അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചുമയും കഫക്കെട്ടുമായിട്ട് വിഷമിക്കുന്നവരാണ് നമ്മളിൽ പലരും. എത്ര മരുന്ന് കഴിച്ചിട്ടും ചുമയും കഫക്കെട്ടും മാറാതെ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ. കുട്ടികളാണെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ചുമച്ച് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഏതെല്ലാം ഡോക്ടർമാരെ കണ്ടിട്ടും എത്ര മരുന്ന് കുടിച്ചിട്ടും വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും മാറാൻ ഒരു ആത്മീയ വഴിയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇത് 7 ദിവസം ചെയ്യേണ്ട ഒരു അമലാണ്. തുടർച്ചയായി 7 ദിവസം ഈ അമൽ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിത്തരുന്നതാണ്. ഇത് കല്ലുപ്പ് കൊണ്ടാണ് ചെയ്യേണ്ടത്. ഈ അമൽ കല്ലുപ്പിലാണ് ചെയ്യേണ്ടത്. പൊടിയുപ്പ് പറ്റില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കല്ലുപ്പിലാണ് ചെയ്യേണ്ടത്. 7 കല്ലുപ്പ് എടുക്കണം. 7 കല്ലുപ്പ് എടുത്ത് അതിലേക്ക് ഖുർആനിലെ ആയത്തായ ആയത്തുൽ കുർസി ഓതണം. അത് 7 തവണ ഓതണം. ഒരു കല്ലുപ്പിൽ 7 തവണ ഓതണം. അത് 7 ദിവസവും ഓതി വേണം കഴിക്കാൻ. 7 കല്ലുപ്പ് എടുത്തിട്ട് ആദ്യത്തെ ദിവസം ഒരു കല്ലുപ്പ് എടുക്കണം. ആ 7-ൽ നിന്ന് ഒരു കല്ലുപ്പ് എടുത്തിട്ട് അതിലേക്ക് 7 ആയത്തുൽ കുർസി ഓതണം. ശേഷം രണ്ടാമത്തെ ദിവസം അതിൽ നിന്ന് രണ്ടാമത്തെ കല്ലുപ്പ് എടുത്തിട്ട് അതിലേക്ക് 7 തവണ ആയത്തുൽ കുർസി ഓതണം. അങ്ങനെ തുടർച്ചയായി 7 ദിവസം 7 കല്ലുപ്പ് തീർക്കണം. 7 കല്ലുപ്പിൽ വേണം 7 ദിവസം ഓതാൻ. ഓരോ ദിവസം ഓരോ കല്ലുപ്പിൽ വേണം ഓതാൻ ആയത്തുൽ കുർസി. അത് 7 എണ്ണം ഓതണം. എണ്ണത്തിൽ കൂടാനോ കുറയാനോ പാടില്ല. അത് ഓതിയിട്ട് വെറും വയറ്റിൽ വേണം ഓരോ കല്ലുപ്പ് കഴിക്കാൻ. ഒരു ദിവസം ഒരു കല്ലുപ്പാണ് കഴിക്കേണ്ടത്. ഒരു ദിവസം ഒരു കല്ലുപ്പ് വെറും വയറ്റിൽ വേണം ഓതി കഴിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു തആല പെട്ടെന്ന് തന്നെ മാറ്റിത്തരുന്നതാണ്. കഫം അലിഞ്ഞു പോവുകയും ചുമ പെട്ടെന്ന് മാറുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. നമ്മളിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും രോഗം അല്ലാഹു തആല എത്രയും പെട്ടെന്ന് തന്നെ ശിഫ നൽകട്ടെ. ആമീൻ.